അമ്മേ, ഇത്രയും പച്ചക്കറി അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഇതിപ്പോ ഒരു മാസം കറി വെച്ചാലും തീരില്ലല്ലോ. ആവശ്യമുണ്ടായിട്ടല്ല ഞാൻ വാങ്ങിയേ. അങ്ങനെങ്കിലും അവനൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയാ. അമ്മ അഖിലിന്റെ പച്ചക്കറി കടയിൽ പോയിരുന്നു അല്ലേ? എന്നിട്ട് അമ്മ അഖിയെ ഈ വീട്ടിലേക്ക് വിളിച്ചോ? അമ്മേ, അവനെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ വേണ്ടില്ല. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അതറിഞ്ഞാ മതി. ആ പച്ചക്കറി കടയെങ്കിലും ആവട്ടെ, അവന് ജീവിക്കണമല്ലോ. അമ്മേ, നമ്മളാരും അവനെ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇനി ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതി. അഖിയെ ഉപദ്രവിക്കാനല്ല ഞാൻ പോയത്, സഹായിക്കാനാ. അമ്മ ഈ ഒരു അവസ്ഥയിൽ അത് സ്വന്തം അമ്മ മകനെ സഹായിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ, കുറെ അധികം പച്ചക്കറികൾ വാങ്ങിയിട്ട്. എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു. ഞാൻ വിളിച്ചു, അവൻ വന്നില്ല. അമ്മേ, ശ്യാമയോടൊപ്പം അഖി ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ എന്ന് അന്നേ പറഞ്ഞതല്ലേ? എന്താ ഈ കുടുംബത്തെ തകർക്കാൻ ഒരുങ്ങുന്ന അവളെ കൂടി ഞാൻ ഇങ്ങോട്ട് ആനയിക്കണമായിരുന്നോ? ശ്യാമയെ ഈ വീട്ടിൽ താമസിപ്പിക്കില്ല എന്നുള്ളത് അമ്മയുടെ വാശിയല്ലേ? ആ തീരുമാനം ഒന്ന് മാറ്റിയാ ഈ വീട്ടിൽ സന്തോഷമല്ലേ അമ്മ വരുന്നേ? അങ്ങനെ എന്താ അമ്മ ചിന്തിക്കാത്തെ? ആദി, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? നിനക്കും കൂടി പറയാനുള്ളത് പറയ്, കേക്കട്ടെ. അമ്മേ, നമ്മുടെ ആക്കി അവൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലേ നമുക്കുള്ളൂ. ചെറിയൊരു പിടിവാശി, അതിപ്പോ എത്ര പേരെ വേദനിപ്പിക്കുന്നേ. എന്തിന് ആക്കി ഈ വീട് വിട്ടു പോയതിനു ശേഷം അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ? സമാധാനത്തോടെ ഒന്ന് അമ്മ ഉറങ്ങിയിട്ടുണ്ടോ? നീ ഇത് പറഞ്ഞു, പക്ഷെ ഇവിടെ ആർക്കും എന്റെ മനസ്സ് കാണണ്ട. കുറ്റപ്പെടുത്താൻ നിൽക്കുക എല്ലാരും എന്നെ മാത്രം വേദനിപ്പിക്കാൻ നിൽക്കുക. വസുന്ധര സ്വാർത്ഥയാ, തന്നിഷ്ടക്കാരി, പിടിവാശിക്കാരി അല്ലേ? അത്രയ്ക്ക് ഓമനിച്ച് ലാളിച്ച് വളർത്തിയ മോനെ ഭാര്യയെയും ആട്ടി പുറത്താക്കി. മനസ്സ് കല്ലായി തീർന്ന ഒരു ജന്മം അല്ലേ? അവനും എന്റെ അക്കിമോനും അങ്ങനെ തന്നെയാ ഈ അമ്മയെ കണ്ടേക്കുന്നേ. അതാ ഞാൻ കൊടുത്ത രൂപ അവൻ പിച്ചക്കാരന് കൊടുത്തത്. അഖിയെ ഞാൻ തെറ്റു പറയില്ല. ഓരോ കമ്പനിയിലും അവന് കിട്ടിയ ജോലികൾ ഇല്ലാതാക്കിയവളല്ലേ ഈ അമ്മ. അത്രയ്ക്കും ദുഷ്ടതരങ്ങളല്ലേ ഈ അമ്മ അവനോട് ചെയ്ത്. എന്തിനാ ഞാനത് ചെയ്ത്? എന്റെ അഖി മറ്റുള്ളവരുടെ കീഴില് ജോലി ചെയ്ത് തീർക്കാനുള്ളതല്ല അവന്റെ ജീവിതം. പക്ഷേ ഇപ്പൊ അതിനേക്കാൾ കഷ്ടപ്പാടാ എന്റെ കുഞ്ഞിന്. അതെനിക്ക് സഹിക്കില്ല. എന്റെ മോൻ, അതൊന്നും എനിക്ക് കാണാൻ വയ്യ. അമ്മേ, അതാ ഞങ്ങൾ എല്ലാരും അമ്മയുടെ കാല് പിടിച്ച് പറയുന്നേ, ശ്യാമയെ തിരിച്ചു വിളിക്കാൻ. അപ്പോ നമ്മുടെ അഖിയും ശ്യാമയോടൊപ്പം വന്നോളൂ. അപ്പോ ഈ കുടുംബം തകരണോ അല്ലേ? എല്ലാരും തമ്മിലടിച്ച് പിരിയണോ അല്ലേ? അതാ നീയും എല്ലാരും ഇപ്പൊ ആഗ്രഹിക്കുന്ന. അല്ല, അതാ എനിക്ക് മനസ്സിലാവാത്തെ. ശ്യാമ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാ എങ്ങനെയാ നമ്മുടെ കുടുംബം അടിച്ചു പിരിയുന്നേ? അമ്മേ, എങ്ങനെയാ അമ്മേ നമ്മുടെ കുടുംബം തകരുന്നേ? പറയ് അമ്മേ, ശ്യാമ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാ അതിന് മാത്രം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. എടാ, അത് ഏട്ടനറിയാമെങ്കിൽ ഏട്ടനെങ്കിലും ഒന്ന് പറയേ. ശ്യാമ കാരണം നമ്മുടെ കുടുംബത്തിന് എന്ത് ദുരന്തം വരാൻ പോകുന്നേ? എടാ അരുണേ, അമ്മ ഉദ്ദേശം അതൊന്നും അല്ല. ഏയ് ഏട്ടാ, ഏട്ടൻ വെറുതെ തപ്പിത്തടയരുത്. ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതെ, ഞാൻ അറിയാതെ എന്തൊക്കെ നടക്കുന്നു. എടാ, എന്ത് നടക്കാനാ? നീ വെറുതെ ഓരോ ആദ്യേട്ടൻ വെറുതെ അതും ഇതും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തോ രഹസ്യം മറച്ചു പിടിക്കുന്നുണ്ട്. ഇക്കാര്യം എന്നിൽ നിന്നും മറച്ചു പിടിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഇത് എന്നെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യമാണ്. എന്തായാലും അത് കണ്ടുപിടിക്കണം.
കൃഷ്ണ. എന്റെ കൃഷ്ണ, എനിക്ക് വേണ്ടിയാ അഖിൽ സാർ ഇത്രയും കഷ്ടപ്പെടുന്നേ. ശരിക്കും കാത്തോണേ കണ്ണ. എത്തിയോ? ഇന്ന് കട നേരത്തെ അടച്ചോ? എന്തായാലും അത് നന്നായി. ഇവിടെ അച്ഛനും അമ്മയും ആരുമില്ല, എല്ലാരും ക്ഷേത്രത്തിൽ പോയിരിക്ക. അതാ പിന്നെ ഞാൻ കടയിലോട്ട് വരാഞ്ഞ്. എന്താ സർ, എന്താ പറ്റിയേ? എന്താ മുഖം വല്ലാതിരിക്കുന്നേ? പച്ചക്കറി കടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ ഒന്നും മിണ്ടാത്തേ? ആരെങ്കിലും അവിടെ വന്ന് വഴക്കുണ്ടാക്കിയോ? അമ്മ വന്നിരുന്നോ? അതെയോ? എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? അമ്മ വഴക്ക് പറഞ്ഞോ? അമ്മ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു. പക്ഷെ അമ്മയുടെ പെരുമാറ്റം കണ്ടപ്പോ ഇത്രയ്ക്ക് വിഷമം തോന്നാൻ അമ്മ എന്താ പറഞ്ഞേ? എനിക്കൊരു കാര്യം മനസ്സിലായി ശ്യാമേ. സത്യത്തിൽ അമ്മ എന്നെ സഹായിക്കാൻ വന്നതാ. എന്നിട്ടാണോ സാർ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്നിട്ട് എന്താ ഉണ്ടായേ അത് പറ. അമ്മ കാറിലല്ല, ഒരു ഓട്ടോയിലാ വന്നത്. അല്ലെങ്കിൽ തന്നെ ഏതൊരമ്മയാ അത്രയ്ക്ക് സ്നേഹിക്കുന്ന സ്വന്തം മകനെ ഇങ്ങനൊരവസ്ഥയിൽ കാണാൻ ആഗ്രഹിക്കുക? എനിക്കറിയാം സാർ അവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഓർക്കുമ്പോ അവിടെ അമ്മയ്ക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. അതായിരിക്കും കാണാൻ വന്നത്. അമ്മ സ്നേഹത്തോടെ വിളിച്ചതല്ലേ. സാറിന് അമ്മയോടൊപ്പം ജസ്റ്റ് ഒന്ന് വീട് വരെ പോയിട്ടെങ്കിലും വരായിരുന്നു. എനിക്ക് ചെറിയ തലവേദന, കുറച്ച് സമയം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ആ അമ്മയ്ക്കും ഈ മകനും ഒരിക്കലും പിരിഞ്ഞിരിക്കാനാവില്ല. രണ്ടാളും അത്രയ്ക്ക് വേദനിക്കുന്നുണ്ട്. ഞാൻ കാരണോ ഇതെല്ലാം? എന്റെ കണ്ണോ, ഞാനിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയാ സാറിനെ ഒന്ന് ആശ്വസിപ്പിക്കുക?
സർ ഒന്ന് എണീറ്റേ. എന്താ എനിക്ക്? വീട് ശ്യാമെ കുറച്ച് വാ. ഇരിക്കട്ടെ. വാ ഇങ്ങോട്ട്, ഞാൻ പറയാം. എന്താ ശ്യാമേ? സാർ ചെന്നേ, എന്നിട്ട് സാർ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേ. എന്റെ ഭർത്താവിന്റെ വിഷമവും ക്ഷീണവും ഒക്കെ പോവാൻ ഞാനൊരു മാജിക് കാണിക്കാൻ പോവാ. ആദ്യം ഈ ഹസ്ബൻഡ് ഈ ഭാര്യ പറയുന്ന അനുസരിക്കുക. അങ്ങനെ നല്ല കുട്ടിയായിട്ട് നിന്നാ ഞാൻ പറഞ്ഞ മാജിക് റെഡി. ശ്യാമ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, അതെന്താന്നിപ്പോ കാണാൻ പോവല്ലേ. പിന്നെ മാജിക്കിന് കുറച്ച് ഒരുക്കങ്ങളുണ്ട്. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. റെഡിയായിട്ട് വരണേ. എന്താ? ഇതേ അമ്മയുടെ സ്പെഷ്യൽ എണ്ണയാ. ആ, ബ്രഹ്മി, കയ്യൂന്നി, കറ്റാർവാഴ, അങ്ങനെയുള്ള ശരിക്കും കൂട്ടുകളുണ്ട്. അതാ ഇത്ര കുളിർമ. ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താക്കന്മാര് വീട്ടിലേക്ക് വരുമ്പോ നാട്ടിൻപുറത്തെ ഭാര്യമാര് ചെയ്യുന്ന പൊടിക്കൈകളാണിത്. ഭർത്താവിന്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി. ഇതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ മാജിക്. അമ്മയിൽ നിന്നാ ഞാനിതൊക്കെ പഠിച്ച്. അമ്മ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കുന്നതേ അച്ഛന് വലിയ ഇഷ്ടാ. ശരിയാ, ഇനിയിപ്പോ ഞാനും ഇതിന് അഡിക്റ്റ് ആയി പോകുന്നാ തോന്നുന്നേ. ഹാ, അപ്പോ ഇഷ്ടായി അല്ലേ? പിന്നല്ലാതെ. ശ്യാമ ഇങ്ങനെ വീണ വീട്ടുന്ന പോലെ തലയിൽ വിരലൊടിക്കുന്നതാ എനിക്ക് കൂടുതൽ ഇഷ്ടായേ. എന്നാലേ ഇത്ര ഇഷ്ടം മതി. ഞാൻ വീണ വീട്ടിൽ നിർത്തി. ആ, അയ്യോ ചതിക്കില്ല ശ്യാമേ, പ്ലീസ് ശ്യാമേ, പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുവോ? പറയ്, കേക്കട്ടെ. സാർ ഇതുവരെ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? പച്ചക്കറിക്കടയിൽ നടന്നതെല്ലാം ഞാനിപ്പോ മറന്നു തുടങ്ങിയതാ. ശ്യാമ എന്നെ വീണ്ടും അത് ഓർമ്മിപ്പിച്ചു. അമ്മ തന്ന രൂപ ഭിക്ഷക്കാരന് കൊടുത്തത് എന്തായാലും ശരിയായില്ല. അധികം രൂപ തന്ന് അമ്മ സഹായിക്കാൻ ശ്രമിച്ചതാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ചെയ്യാമോ? ഒരിക്കലും പാടില്ലായിരുന്നു. എനിക്കറിയാം, എന്നെ ഓർത്ത് അമ്മയ്ക്ക് ഉറക്കമുണ്ടാവില്ല, ഒരു നിമിഷം സ്വസ്ഥതയുണ്ടാവില്ല. ഞാനൊപ്പമില്ലാതെ അവിടെ ഓരോ നിമിഷവും ഒരുക്കി കഴിയാമ്മ. അമ്മ ഇങ്ങനെ അറിയാവുന്ന മകന് എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് അല്ലേ? അമ്മ എനിക്ക് തരുന്ന സ്നേഹത്തിന്റെ അത്രയും വേണമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് സ്നേഹം, ഒരു പരിഗണന. എന്റെ അമ്മ എന്റെ ഭാര്യയ്ക്ക് തരാത്ത എന്താ? അത് വേണ്ട, ഒന്നും പറയണ്ട. ഈ മകന്റെ സന്തോഷവും സമാധാനമാണ് അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ അമ്മ ശ്യാമയെ തിരിച്ചു വിളിക്കണം. മകളെ പോലെ സ്നേഹിച്ചു തുടങ്ങണം. എല്ലാം ശരിയാവും. ഞാൻ തെറ്റുകാരിയല്ലെന്നൊരിക്കലും മനസ്സിലാക്കും. വീണ്ടും ആത്മാർത്ഥമായിട്ട് അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഓക്കെ, സമ്മതിച്ചു. എന്നാൽ അന്ന് ആ അമ്മയോടൊപ്പം ഈ മകനും ആ വീട്ടിലുണ്ടാവും. സാർ, ഞാൻ പറയുന്നത് എന്താന്ന് മതി, പിന്നെ സംസാരിക്കാം. എണ്ണ വീണതേ കണ്ണ് എരിച്ചിട്ട് തുടങ്ങി. വിളിച്ചേക്കാം. അമ്മയുടെ മോനാണ് ഞാനെങ്കിൽ അതേ വാശി ഈ എനിക്കുണ്ട്. ശ്യാമയ്ക്കൊപ്പം അല്ലാതെ ഞാൻ ആ വീടിന്റെ പടി ചവിട്ടില്ല. ഉറച്ച തീരുമാനമാണോ? അതെ, ഞാൻ എടുത്ത തീരുമാനത്തില് ഇതുവരെ മാറ്റം വന്നിട്ടില്ല.
ഇനി വരുകയില്ല. വണ്ടി എടുക്ക്. ഏയ്, ഏയ്, വേണ്ട വേണ്ട, ശ്യാമ വയ്ക്കൂ. ഒന്നും സാരമില്ലെന്നേ. വേണ്ട വേണ്ട, വെള്ളം ഇത് മതി. ശ്യാമയ്ക്ക് കിച്ചണിൽ തിരക്കുള്ളതല്ലേ? താൻ ചെല്ല് ചെല്ല്, ഞാൻ കുളിച്ചിട്ട് വരാം. വിട്, എനിക്കൊരു തിരക്കുമില്ല. ഷർട്ട് ഒരുക്കേ, ഷർട്ട് ഒരുക്കേ. ഞാൻ ഇന്ന് സാറിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അയ്യോ, അത് വേണ്ട. ആരെങ്കിലും കണ്ടോ? എന്താ, ഭർത്താവിനെ ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ പാടില്ലേ? ഏയ്, അതൊന്നും വേണ്ട, ഞാൻ കുളിച്ചോളാം. വേണ്ട, ഇന്ന് എന്റെ ബാലഗോപാലിനെ ഞാൻ കുളിപ്പിച്ചോളാം. അത് അങ്ങോട്ട് ഊരിയെ. ശ്യാമ, ആരെങ്കിലും കണ്ടോണ്ട് വരും. ഇങ്ങോട്ടൊന്നും പറയണ്ട. ശ്യാമ, വേണ്ടെന്ന്. അടി വര. ഞാൻ പറഞ്ഞില്ലേ ശ്യാമ, ഞാൻ കുളിച്ചിട്ട് വന്നോളാം. ഒന്നും പറഞ്ഞാ പറ്റില്ല. അടങ്ങി നിക്ക്. ഞാൻ പറയുന്ന കേട്ടോണം. തിരിഞ്ഞിക്ക്. വേണ്ട ശ്യാമ. തിരിഞ്ഞു നിക്ക്. ശ്യാമേ, പറയുന്ന കേക്ക് ശ്യാമ. ഒന്നും പറയണ്ട. അവിടെ ഇരുന്ന് ഇരിക്കാനല്ലേ പറഞ്ഞേ. ഇനി ഞാൻ കുളിപ്പിക്കട്ടെ. ഏയ്, വേണ്ട വേണ്ട, ശ്യാമ പൊയ്ക്കോ, ഞാൻ കുളിച്ചോളാം. ഞാൻ ഒറ്റയ്ക്ക് കുളിക്കാം. മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞേ. ശ്യാമേ, പൊയ്ക്കോ. ഇനി ഇങ്ങതാ, ഞാൻ കുളിച്ചോളാം. മിണ്ടാതിരുന്നോണോ. ഇച്ചിരി ചൂട് കൂടുതലാ, സാരമില്ല. ക്ഷീണമൊക്കെ പോട്ടെ. ഇതെന്താ, സോപ്പ് പൊടിയോ? ഇതാണ് എന്റെ ദേഹത്ത് തേക്കാൻ പോകുന്നത്. ഇതൊന്നുമല്ല, ഇതാണ് ചെറുപയർ പൊടി. ഇനി ഇത് തേച്ച് പിടിപ്പിക്കണം. ഇതാണ് ഈഞ്ചപ്പട്ട. തേച്ചു കുളിക്കാൻ ബെസ്റ്റാ. ദാ, പണ്ടുള്ള കാർന്നോമാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതൊക്കെയാ. ശരിക്ക് തോർത്തിട്ടൊന്നും ഇല്ലേ? വേണ്ട, തോർത്തട്ടെ. മതി ശ്യാമേ, മതി. തോർത്തട്ടെ, ചുമ്മാ ഒരു അസുഖം വരുത്തി വെക്കല്ലേ. മതി. താൻ ഇരിക്കേ. അതെ, ഇനി കഞ്ഞി കുടിക്കാം, അല്ലെങ്കിലേ തണുത്തു പോവും. എന്തെങ്ങനെ നോക്കിയിരിക്കുന്നേ? കഴിക്ക്. ഇന്ന് എന്നെ എണ്ണ തേൽപ്പിച്ചത് ശ്യാമ, കുളിപ്പിച്ചതും തല തോർത്തി തന്നതും താൻ തന്നെയാ.
അപ്പോ ഇനി കഞ്ഞി കൂടി തന്നേക്ക്. എന്താ, അത് പറ്റില്ലേ? അതിനെന്താ, ഞാൻ കോരിത്തരാം. ദാ, കുടിക്ക്. കുടിക്ക്. ദാ. ദാ, ഇതും കൂടി കുടിക്ക് സാർ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ. പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്രാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ. കണ്ണേ കണ്ണേ എന്നെക്കാളും ഇന്നെന്നുള്ളിൽ ഇതും കൂടി. ശ്വാസമേ ഞാനൊഴുകും പാതയിലാ. കാലടികൾ മാത്രമേ ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ. ഇനി താൻ കുടിക്ക്. വേണ്ട, സാർ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുടിച്ചോളാം. അത് വേണ്ട. ഇപ്പൊ നമ്മൾ രണ്ടാളും ഒന്നിച്ച് കഞ്ഞി കുടിക്കുന്നു. അത് വേണ്ടാന്നേ. അത് വേണോന്നേ. കഴിക്കും. അതിരുകിയലിയവേ അടരാനോ അരുതാതെ ഇരുചിറകുമണയവേ. കണ്ണീരിലോ കൈ ചേർത്തിടാൻ മായാനിഴൽ കൂട്ടാകുവാൻ ഓരോ കഴിക്ക്. സാർ കഴിച്ചോ. ആ, ആദ്യം താൻ. നീയാകും എന്നും എല്ലോ കഴിക്ക്. ജീവനേ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ. പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൽ ആനന്ദത്തേരേറി പായുന്നെന്നോ. കണ്ണേ കണ്ണേ എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞ ശ്വാസമേ ഞാനൊഴുകും. ഇങ്ങനെ കണ്ണി കണ്ണി നോക്കിയിരുന്നാ മതിയോ? കഞ്ഞി തണുക്കും. എന്നും ക്ഷേത്രത്തിൽ വിശേഷ പൂജ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതെന്തിനാ? എന്നാൽ ഇവിടെ അച്ഛനും അമ്മയും ആരും ഉണ്ടാവില്ലല്ലോ. ഇവിടെ നമ്മളെ രണ്ടാളും മാത്രം. കണ്ണും കണ്ണും നോക്കി നോക്കി ഇങ്ങനെ ഇങ്ങനെ. ക്ഷീണമൊക്കെ ശരിക്കും മാറിയല്ലോ. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ ഉറങ്ങി എഴുന്നേക്കുമ്പോ സാർ ശരിക്കും ഫ്രഷ് ആവും. അതുറപ്പാ. കണ്ണടച്ച് കിടന്നു, താനെ ഉറങ്ങിക്കോളും. എനിക്കങ്ങനെ ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ എണ്ണ തേച്ച് കുളിപ്പിച്ചു, കഞ്ഞിയും കോരിത്തുന്നു. ഇനിയിപ്പോ ഉറങ്ങണമെങ്കിലും താൻ തന്നെ വിചാരിക്കണം. എന്തുപറ്റി? ചൂടെടുക്കുന്നോ? ഫാൻ്റെ സ്പീഡ് കൂട്ടണോ? അതൊന്നും കൊണ്ട് രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഒരു പാട്ട്. ശ്യാം ഒരു പാട്ട് പാടണം.
അയ്യോ, പാടാനോ? ഞാനോ? തനിക്ക് പറ്റില്ലേ? പാടാം, പക്ഷേ ഇപ്പോ ഇപ്പോഴെന്താ? ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പ്ലീസ് ഒരു പാട്ട് പാടുന്നേ. ആ, അത് പ്ലീസ് ഒരു പാട്ട് പാടൂ. എന്റെ ഭാര്യയെ ഇത്രയും വലിയ പാട്ടുകാരിയായിട്ട് സ്വന്തം ഭർത്താവിന് ഒരു പാട്ട് പാടി തരില്ല എന്ന് പറഞ്ഞ പാടടോ പ്ലീസ്, കേൾക്കട്ടെ. ആ പാട്ട് കേട്ട് സന്തോഷത്തോടെ അങ്ങനെ എനിക്ക് ഉറങ്ങണം. പാട്. പാവം ഉറങ്ങിപ്പോയി. കൈവിടാതെ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, അത്രയ്ക്കിഷ്ടം എന്നെ. അമ്മയെ അത്രയ്ക്കിഷ്ട, എനിക്ക് വേണ്ടി മാത്രം മനഃപൂർവ്വം അമ്മയിൽ നിന്ന് അകന്നു കഴിയുന്ന ഭാവം. ഇപ്പോ ഹൃദയം ഏർപ്പെടുത്തിയ വേദനയോ അമ്മയ്ക്കും മകനും. ആ അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഞാൻ എന്താ ചെയ്യാ? ഒരമ്മയുടെ വാത്സല്യം, ഭാര്യയുടെ സ്നേഹം, എല്ലാം എല്ലാം കൊടുക്കും, സ്നേഹിക്കും, പറ്റാവുന്ന അത്രയും സ്നേഹിക്കും, എൻ്റെ ജീവൻ കൊടുത്തും സ്നേഹിക്കും. അതിന് മാത്രമേ എനിക്ക് കഴിയൂ. എൻ്റെ കൃഷ്ണ, ഞാൻ
ഞാനിന്ന് ആദ്യമായിട്ട് സംഗീതം പഠിപ്പിക്കാൻ പോവാ. നിനക്കറിയാലോ, ഇതെന്റെ പുതിയ തുടക്കോ. കാത്തോണെ കണ്ണ. പ്രാർത്ഥിച്ചിട്ടും വഴിപാട് നടത്തിയിട്ടൊന്നും കാര്യമില്ലെന്നേ. ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഇതൊരു വീടല്ലേ, മ്യൂസിക്കൽ സെന്റർ ഒന്നും അല്ലല്ലോ. നേരം വെളുക്കും മുമ്പ് കുറെ പിള്ളേരെ വിളിച്ചു വരുത്തി പായെന്നും ബീന്നും പറഞ്ഞു ഓരിയിടല്. അല്ല, ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടേ? പിന്നെ നിന്റെ ചീവിയുടെ കരയും പോലുള്ള ശബ്ദം ഉണ്ടല്ലോ ശ്യാമേ, ഓ കേക്കും തോറും എനിക്കങ്ങ് അലർജിയാ. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, എനിക്ക് ഈ വീട്ടില് സ്വസ്ഥത വേണം. അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ ഞാൻ എല്ലാത്തിനും ഓടിക്കും. ഈ മ്യൂസിക്കൽ ക്ലാസ്സും പൂട്ടിക്കും. ഓഹോ, നിനക്ക് അതിനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. ഏ? ആ, നീ എന്താടി മറുപടി ഒന്നും പറയാത്തെ? അതിപ്പോ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയോ? പിന്നെ എന്റെ കുഞ്ഞിനെ വെറുതെ ഇങ്ങനെ വേദനിപ്പിച്ച എത്ര എന്ന് വെച്ച കണ്ടിരിക്കുക. അപ്പോ അമ്മ എന്നെ തല്ലുവോ? വേണ്ടി വന്ന ഇനി ഞാനത് ചെയ്യും. എന്താ, നിനക്ക് ഇപ്പൊ തന്നെ അത് വേണോ? ഈ അമ്മയുടെ ഒരു തമാശ. ഞാനേ ഇത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഇനി നീ എന്റെ ശ്യാമയെ വേദനിപ്പിച്ച നിനക്ക് ഞാൻ നല്ല തല്ല് തരും, നോക്കിക്കോ. ഇതിപ്പോ കാര്യമായിട്ട് തന്നെ അമ്മ പറയുന്നതാ. അപ്പൊ ഇനി പഴയ അടവ് നടക്കില്ല. ശ്യാമയുടെ ട്യൂഷൻ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വേറെ വഴി നോക്കണം. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? ഓ, ഞാനൊന്നും പറയുന്നില്ലേ.